നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയയിൽ ഗ്രാസ്ലെ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ബഹ്റൈൻ ശക്തമായി അപലപിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഓസ്ട്രേലിയൻ സർക്കാരിനെയും ഇരകളുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ബഹ്റൈൻ അനുശോചനം അറിയിക്കുന്നുവെന്നും പരിക്കേറ്റ ഏവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഓസ്ട്രേലിയയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ വിദ്യാർത്ഥികളടക്കം 10 പേരാണ് കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഗ്രാസ്ലെ അപ്പർ സെക്കൻഡറി സ്കൂളിലാണ് വെടിവയ്പ് നടന്നത്. കൊല്ലപ്പെട്ടവരിൽ 9 പേർ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 28 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരമാണ്. ആക്രമണം നടത്തിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും അക്രമി ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും ഓസ്ട്രേലിയൻ വാർത്താ ഏജൻസിയായ APA റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ സംഘടിപ്പിക്കുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം ജൂൺ 12 വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് ദിവ്യ നരേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ഒരു ദിവസം പരമാവധി 40 മിനിറ്റ് ദൈർഘ്യമുള്ള 2 നാടകങ്ങൾ വീതം 4 ദിവസങ്ങളിലായി 8 നാടകങ്ങൾ അരങ്ങേറും. പ്രശസ്തരായ നാടകരചയിതാക്കളുടെ സൃഷ്ടികൾക്കൊപ്പം ബഹ്റൈനിൽ നിന്നുള്ള മൗലിക രചനകളുടെ നാടക ആവിഷ്കാരങ്ങളും ചേർന്നതാണ് ഈ വർഷത്തെ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം. ജൂൺ 12, 13, 14, 15 തീയതികളിലായി പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവത്തിലേക്ക് എല്ലാ നാടകാസ്വാദകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ICF ബഹ്റൈൻ അനുമോദിച്ചു. ബഹ്റൈനിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 10, 12 പരീക്ഷകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച 5 വീതം വിദ്യാർത്ഥികൾക്കാണ് വീടുകളിൽ നേരിട്ടെത്തി ICF നാഷണൽ നേതാക്കൾ അവാർഡുകളും അനുമോദന പത്രവും കൈമാറിയത്. SSLC പരീക്ഷയിൽ ബഹ്റൈനിൽ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച നേഹ കൃതിക ടെന്തുദാസ്, കാശ്വി ശ്രീ ശിവമുരുകൻ, ദേവരാജ് ജീവൻ, നഹ്റീൻ മറിയം ഷമീർ, അക്സ സുലസ്, രാജീവൻ രാജ്കുമാർ എന്നിവരാണ് അവാർഡിന് അർഹരായവർ. ധ്രുവി ജതിൻ കാരിയ, ഗായത്രി സീതാലക്ഷ്മി ശർമ്മ, ജോയൽ സാബു, ശ്രേയ മനോജ്, ശിവാനി സത്യശ്രീ നാഗവെമ്പറാല എന്നിവരാണ് +2 വിഭാഗത്തിൽ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾ. ICF നോളജ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി നൌഷാദ് മുട്ടുന്തല, നൌഫൽ മയ്യേരി, സിയാദ് വളപട്ടണം, അബ്ദുൾ റസാഖ് ഹാജി ഇടിയങ്ങര, ആസിഫ് നന്ദി എന്നിവർ നേതൃത്വം നൽകി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ കടുത്ത ചൂടിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമേകാൻ BMBF ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് 2025 ഔപചാരിക ഉദ്ഘാടനം ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് മേധാവി ഹിസ് എക്സലൻസി യൂസഫ് യാക്കൂബ് ലോറി നിർവഹിക്കും. ടുഗദർ വി കെയർ ഭാരവാഹി ആന്റണി പൗലോസ്, BMBF ആൻഡ് യൂത്ത് ഭാരവാഹികൾ, ക്ഷണിക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. മെഡിക്കൽ പരിശോധനാ കേന്ദ്രം, വിവിധ ഭക്ഷണ പാനീയങ്ങൾ, കുടിവെള്ളം, എനർജി ഡ്രിങ്ക്, ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ബഹ്റൈൻ സാമൂഹ്യ സംരക്ഷണ മേഖലയിലെ വിദേശി സ്വദേശികളെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും BMBF ഭാരവാഹികൾ അറിയിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല 10, 12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ആദരവ് നൽകി. തിരുവല്ല പുളിക്കീഴ് ബ്ലോക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ വിജയികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. ഫാറ്റ് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞ അദ്ദേഹം നാളെയുടെ പ്രതീക്ഷകളായ യുവതലമുറയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് ഫാറ്റ് നൽകുന്ന പ്രോത്സാഹനത്തെയും അഭിനന്ദിച്ചു. ഫാറ്റ് പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനിൽ പാലയിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബ്ലസൻ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരികളായ ശ്രീകുമാർ പടിയറ, വർഗീസ് ഡാനിയൽ, ട്രഷറർ ജോബിൻ ജോൺ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ എബ്രഹാം ജോൺ, ബോബൻ ഇടിക്കുള, മുൻ കമ്മിറ്റി അംഗം ഷിനു എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് വിനു ഐസക് ഈപ്പൻ കുര്യനെ പൊന്നാട നൽകി ആദരിച്ചു. പരിപാടികൾക്ക് ഫാറ്റ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജെയിംസ് ഫിലിപ്പ്, MT രാജീവ്, VO എബ്രഹാം,
സജി ചെറിയാൻ, ജോസഫ് ഫിലിപ്പോസ്, മനോജ് ശങ്കർ, മാത്യു പാലിയക്കര, വിനോദ് കുമാർ, ടോബി മാത്യു, രാജീവ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വടകര സഹൃദയവേദി സൗഹൃദം 2025 ജൂൺ 12 വ്യാഴാഴ്ച രാത്രി 7 മണി മുതൽ ഇന്ത്യൻ ക്ലബിൽ നടക്കും. റിപ്പോർട്ടിലേക്ക്. ബഹറിനിലെ വടകര താലൂക്കിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ വടകര സഹൃദയവേദിയുടെ 2025-27 ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് സൗഹൃദം 2025 ജൂൺ 12 വ്യാഴാഴ്ച രാത്രി 7 മണി മുതൽ ഇന്ത്യൻ ക്ലബിൽ നടക്കും. പരിപാടിയിൽ കുറ്റ്യാടി MLA കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പരിപാടിയിൽ പ്രശസ്ത ഗ്രന്ഥകാരനും ചരിത്ര ഗവേഷകനുമായ ഹരീന്ദ്രൻ മാസ്റ്ററും വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. കേരളത്തിലെ അറിയപ്പെടുന്ന പെർഫോമിംഗ് ആർട്ടിസ്റ്റായ ഹസി പുനൂർ നയിക്കുന്ന കലാപ്രകടനത്തോടൊപ്പം സഹൃദയവേദിയുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുട്ടികളുടെയും വിവിധ കലാപ്രകടനങ്ങളും നടക്കും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 6:30 മുതലായിരിക്കും ഹാളിൽ പ്രവേശനം ഉണ്ടാവുക. അംഗങ്ങളുടെ പുരോഗതിക്കും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക കായിക പ്രവർത്തനങ്ങൾക്കും പുറമെ സഹൃദയവേദിയുടെ അംഗങ്ങൾക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികളും സമീപ ഭാവിയിൽ തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സംഘടനയ്ക്ക് പദ്ധതിയുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ അറിയിച്ചു. 12-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന 7 മണിക്ക് ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കുന്ന പരിപാടി 11 മണി വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. കുറ്റ്യാടിയുടെ MLA ശ്രീ കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ ആയിരിക്കും മുഖ്യ അതിഥി. അതുപോലെ തന്നെ ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ ഹരീന്ദ്ര മാഷ്, അദ്ദേഹം ഇന്ന് ബഹ്റൈൻ എയർപോർട്ടിലെത്തി ഞങ്ങൾ സ്വീകരിച്ച് വരികയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലായി ബഹ്റിനിൽ വ്യത്യസ്തവും ഗൃഹാതുരത ഉണർത്തുന്നതുമായ നാടൻ കലാരൂപങ്ങൾ വളരെ തനിമയോടെയും കൃത്യതയോടും കൂടി അവതരിപ്പിച്ചുകൊണ്ട് ബഹ്റിന്റെ പ്രശംസ പിടിച്ചുപറ്റിയ വടകര സഹൃദയവേദി തുടർന്നുള്ള വർഷങ്ങളിലും ഒട്ടനവധി സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. സൗഹൃദം 2025 വേദിയിൽ ബഹ്റിനിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായ വ്യക്തികളെയും സംഘടന ആദരിക്കും. വടകര സഹൃദയവേദിയിൽ അംഗത്വം സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നവർ സംഘടനയുടെ മെമ്പർഷിപ്പ് സെക്രട്ടറി അജേഷിനെ 66916711 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കും. ചടങ്ങുകളുടെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശന കർമ്മം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച സമന്വയം 2025 വേദിയിൽ വിശിഷ്ടാതിഥിയും പ്രമുഖ വ്യവസായിയുമായ KG ബാബുരാജൻ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അനിൽ P.K നൽകി പ്രകാശനം ചെയ്തു. സൊസൈറ്റിയിൽ ഈ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നവരാത്രി പ്രാർത്ഥനയും വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും തുടർന്ന് വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ 2 വ്യാഴാഴ്ച രാവിലെ 4:30 മുതൽ സൊസൈറ്റിയിലെ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിൽ പ്രമുഖ IAS ഓഫീസർ പ്രശാന്ത് നായർ കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജനെ 39882437 എന്ന നമ്പറിലും ജനറൽ കൺവീനർ അനിൽ P.A 39288886 എന്നീ നമ്പറിലും ബന്ധപ്പെടാം. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റൈൻ ഫോറം ഈദ് ആഘോഷവും കുടുംബസംഗമവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ആഘോഷത്തിൽ VOT അംഗങ്ങൾക്കായി വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് CBK കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അരവിന്ദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, ജോയിന്റ് സെക്രട്ടറി സെൻ ചന്ദ്രബാബു, ട്രഷറർ മണിലാൽ, കൺവീനേഴ്സ് അനിൽകുമാർ തൽഗയിൽ, നിബിൻ നിസാർ, ആയിഷ സിനോജ്, ശില്പ പ്രിജിലാൽ എന്നിവർ വിജയികൾക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എന്റർടൈൻമെന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, നീതു രാഹുൽ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. വരും ദിവസങ്ങളിലും അംഗങ്ങൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള.
കൊല്ലം പ്രവാസി അസോസിയേഷൻ ഈദ് ഫെസ്റ്റ് 2025 എന്ന പേരിൽ ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്ത ഒപ്പന മത്സരവും കലാസാംസ്കാരിക വിഭാഗമായ KPA സൃഷ്ടി അംഗങ്ങൾ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഡാൻസ് ഷോയും ശ്രദ്ധേയമായി. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതവും ഈദ് ഫെസ്റ്റ് പ്രോഗ്രാം ജനറൽ കൺവീനർ ഷമീർ സലീം ആമുഖ പ്രസംഗവും നടത്തി. പ്രമുഖ മാധ്യമ പ്രവർത്തകയായ രാജി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ മുഖ്യ അതിഥിയായ ചടങ്ങിൽ ബഹ്റൈൻ KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം ഈദ് സന്ദേശം നൽകി. KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടാഴി, KPA രക്ഷാധികാരി K ചന്ദ്രബോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. KPA ട്രഷറർ മനോജ് ജമാൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന ഒപ്പന മത്സരത്തിന്റെ 1ാം സ്ഥാനം ടീം റിതമിക് ക്യൂൻസും 2ാം സ്ഥാനം ടീം മൊഞ്ചത്തീസ്, 3ാം സ്ഥാനം ടീം മെഹ്റൂബ എന്നിവരും നേടി. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. തുടർന്ന് KPA സൃഷ്ടി കലാകാരന്മാരുടെ മ്യൂസിക് ഡാൻസ് ഷോയും സഹൃദയ നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച നാടൻപാട്ടുകളും ഒരുക്കിയിരുന്നു. പ്രോഗ്രാം ജനറൽ കൺവീനർ ഷമീർ സലീം, ജോയിന്റ് കൺവീനർമാർ, സൃഷ്ടി കൺവീനർമാർ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡുകൾ, മറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ മുൻ പ്രവാസിയും പത്തനംതിട്ട മാരാമൺ സ്വദേശിയുമായ കപിൽ രഞ്ജിത്ത് തമ്പാൻ കാനഡയിൽ വാഹനാപകടത്തിൽ അന്തരിച്ചു. കാലിഡോണിയ ഹാമിൽട്ടൺ ഹൈവേയിൽ പ്രാദേശിക സമയം വൈകിട്ട് 3:30 നടന്ന കാർ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. ബഹ്റൈനിൽ റേഡിയോ വോയിസിൽ 6 വർഷത്തോളം സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കപിൽ പിന്നീട് കാനഡയിലേക്ക് കുടുംബസമേതം പോവുകയായിരുന്നു. പ്രശസ്തമായ നിരവധി റേഡിയോ ജിംഗിളുകൾക്കും പരസ്യങ്ങൾക്കും സംഗീതം നൽകിയിട്ടുള്ള കപിൽ രഞ്ജിത്ത് തമ്പാൻ നിരവധി ആൽബങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു. ന്യൂയോർക്ക് റേഡിയോ പുരസ്കാരങ്ങളുടെ ഭാഗമായ വെങ്കല മെഡൽ അടക്കം നിരവധി അംഗീകാരങ്ങളും കപിലിന് ലഭിച്ചിട്ടുണ്ട്. കാണാം ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബത്തെ കണ്ട് CPIM പ്രതിനിധി സംഘം. ആദിലിന്റെ പിതാവും മാതാവും ഭാര്യയുമാണ് സംഘം കണ്ടത്. ആദിലിനെ കുറിച്ചുള്ള കുറിപ്പും പിതാവിനൊപ്പമുള്ള ചിത്രവും ജോൺ ബ്രിട്ടാസ് MP സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതിഫലിപ്പിക്കുന്ന ചിത്രമാണിതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആദിലിന്റെ പിതാവിനൊപ്പമുള്ള ചിത്രം ബ്രിട്ടാസ് പങ്കുവച്ചത്. ദുരിതമനുഭവിക്കുന്ന കശ്മീർ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് CPI ജനറൽ സെക്രട്ടറി MA ബേബി നയിക്കുന്ന പ്രതിനിധി സംഘം ശ്രീനഗറിലെത്തിയത്. പോളിറ്റ് ബ്യൂറോ അംഗം എംറാറാം, ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ, MP മാരായ AA റഹീം, ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ, സു വെങ്കടേശൻ എന്നിവരും സംഘത്തിലുണ്ട്. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കൊച്ചി തീരത്തെ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ കേസെടുത്ത പോലീസ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം കേസെടുക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധവും വിമർശനങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. MSC എൽസ 3യുടെ ഷിപ്പ് മാസ്റ്ററാണ് കേസിൽ 2ാം പ്രതി. MSC എൽസ ഷിപ്പിംഗ്, ക്രൂസ് ആൻഡ് അതേഴ്സ്, MSC എൽസ 3 കപ്പൽ കമ്പനികളും പ്രതികളായി FIR ചേർത്തിട്ടുണ്ട്.
മഴക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന വ്യാപകമായി 4451 സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മഴക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കിയത്. മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായുള്ള പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെയ് 2-ന് ആരംഭിച്ച ഡ്രൈവിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 80 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പോലുള്ള സ്ഥാപനങ്ങളും കൂടുതൽ ശ്രദ്ധ നൽകി ഭക്ഷണം വിതരണം ചെയ്യണം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഏകോപനത്തിലാണ് പരിശോധനകൾ നടന്നുവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.